നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ശക്തികുളങ്ങരയിൽ അടിഞ്ഞ MSC എൽസ 3 കപ്പലിലെ കണ്ടെയ്നർ നീക്കം ചെയ്യുന്നതിനിടയിൽ തീപിടുത്തം. ഗ്യാസ് കട്ടിംഗ് നടത്തുന്നതിനിടയിലാണ് തീപിടിച്ചത് എന്നാണ് റിപ്പോർട്ട്. കണ്ടെയ്നറിലെ തെർമോകോൾ കവചത്തിലാണ് തീപിടിച്ചത്. ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കിയെങ്കിലും മണിക്കൂറുകളോളം പ്രദേശവാസികൾ ഒന്നടങ്കം ആശങ്കയിൽ തന്നെയായിരുന്നു. കറുത്ത പുകയിൽ വിഷാംശമുണ്ടോ, വിഷവസ്തുക്കൾ ഉണ്ടോ എന്നടക്കമുള്ള ഭയം പ്രദേശവാസികളിൽ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൊച്ചി പുറംകടലിൽ മുങ്ങിയ ചരക്കുകപ്പലിലെ 10 കണ്ടെയ്നറുകളാണ് ശക്തികുളങ്ങരയിൽ അടിഞ്ഞത്. ഇവിടെ നിന്ന് മാറ്റാൻ കഴിയാത്ത കണ്ടെയ്നറുകൾ മുറിക്കുന്നതിനിടയിലാണ് തീപിടുത്തം ഉണ്ടായത്. ഗ്യാസ് കട്ടർ ഉപയോഗിച്ചപ്പോൾ പുക ഉയരുകയും തീ പടരുകയും ചെയ്യുകയായിരുന്നു. കടലിൽ നിന്ന് ശക്തമായ കാറ്റടിക്കുകയും ചെയ്തതോടുകൂടിയാണ് തീ വ്യാപിച്ചത്. എന്നാൽ സ്ഥലത്തുണ്ടായിരുന്ന ഫയർഫോഴ്സ് സമയബന്ധിതമായി ഇടപെട്ടതോടുകൂടി വലിയ അപകടമാണ് ഒഴിവായിരുന്നത്. കൊല്ലം, ശക്തികുളങ്ങര, ചെറിയ അഴീക്കൽ, പരിമളം തീരങ്ങളിലെ കണ്ടെയ്നറുകൾ ട്രെയിൻ ഉപയോഗിച്ച് കരയ്ക്ക് കയറ്റിയ ശേഷം മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി ലോറിയിലാണ് തുറമുഖത്തേക്ക് മാറ്റുന്നത്. മലിനീകരണ നിയന്ത്രണ ബോർഡ്, സിവിൽ ഡിഫൻസ് എന്നിവയുടെ സഹായത്തോടെ കരയ്ക്കടിഞ്ഞ വസ്തുക്കളും നീക്കം ചെയ്യുന്നുമുണ്ട്. വിഴിഞ്ഞത്ത് നിന്ന് പുറപ്പെട്ട ചരക്കുകപ്പൽ ഈ മാസം 25-നാണ് കൊച്ചി പുറംകടലിൽ മുങ്ങിയത്. എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് ചിലർ വിദഗ്ധർ പറയുന്നുണ്ട്. വിദഗ്ധരുടെ വാക്കുകൾ കേൾക്കാം. നമ്മുടെ ഒരു യുദ്ധം അവസാന ഘട്ടത്തിലോട്ടായിരുന്നു. അപ്പം 3 കണ്ടെയ്നറുകൾ ഒരുമിച്ച് ലോക്കിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ആ ലോക്ക് എടുത്താൽ മാത്രമേ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് കണ്ടെയ്നറിനെ ഷിഫ്റ്റ് ചെയ്ത് 40 ഫീറ്റർ കണ്ടെയ്നർ ട്രെയിനിലോട്ട് വയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് കട്ടർ ഉപയോഗിച്ചുകൊണ്ട് ആണ് ഈ പ്രക്രിയ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് വിൻഡിൻ്റെ ഓപ്പോസിറ്റ് വിൻഡ് നമുക്കൊരു പ്രശ്നം തന്നെയായിരുന്നു. അതിൻ്റെ സ്പാർക്ക് മൂലം ഇതൊരു ഫോമിലോട്ട് എത്തപ്പെടുകയായിരുന്നു ചെയ്തത്. അങ്ങനെ ഒരു ഫയർ ഉണ്ടായി. ഉടൻ തന്നെ ഇവിടെ ഫയർ ബ്രിഗേഡ് ഉണ്ടായിരുന്നു. അവരുടെ സഹായത്തോടെ ഉടൻ തന്നെ ഇത് എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റിയായിരുന്നു. ഗ്യാസ് കട്ടിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ ഗ്യാസ് കട്ടിംഗ് നമ്മളൊരു 2 ദിവസം മുമ്പ് ട്രൈ ചെയ്തായിരുന്നു. പക്ഷേ അത് ഗ്യാസ് കട്ടിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലാവസ്ഥ അല്ലാത്തതുകൊണ്ട് ഗ്യാസ് കട്ടിംഗ് ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. കട്ടർ ഉപയോഗിച്ചാണ് നമ്മൾ മാക്സിമം ഇത് കട്ട് ചെയ്യാൻ നോക്കിയത്. പക്ഷെ കട്ടറിലും സ്പാർക്ക് വരാറുണ്ട്. വിൻഡ് സ്പീഡ് കൊണ്ടാണ് അത് ഇതിലോട്ട് ആളി പടർന്നത്. എന്തെങ്കിലും തരത്തിലുള്ളൊരു സുരക്ഷാ വീഴ്ച ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഒരു തരത്തിലുള്ള സുരക്ഷാ വീഴ്ച ഇതിനകത്ത് ഉണ്ടായിട്ടില്ല. കാര്യം ആദ്യം മുതൽ തന്നെ എല്ലാ സപ്പോർട്ടും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന്, പോലീസിന്റെ ഭാഗത്തു നിന്ന്, പരിസരവാസികളുടെ ഭാഗത്തു നിന്ന് എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും ഉണ്ട്. NDRF ഉണ്ട്, പിന്നെ ലോക്കൽ കൗൺസിലുടെ ഭാഗത്തുനിന്ന് എല്ലാ തരത്തിലുള്ള ഗവൺമെൻറ് അതോറിറ്റീസും സപ്പോർട്ടുള്ളതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ കാലാവസ്ഥ അനുകൂലമല്ലാത്തത് കൊണ്ട് ചില തടസ്സങ്ങളുണ്ടാകും. ഇവർ എത്ര കണ്ടെയ്നറുകൾ മാറ്റി? 41 ഔദ്യോഗികമായിട്ട് അറിയിച്ചേക്കുന്നത് ഈ കൊല്ലത്തെ വിവിധ തീരങ്ങളിൽ. ഇതുവരെ എത്ര കണ്ടെയ്നർ മാറ്റി? ഇതുവരെ 5 കണ്ടെയ്നറുകൾ കൊല്ലം പോർട്ടിലോട്ട് എത്തിക്കാനായിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ രാത്രി 1 കണ്ടെയ്നറും കൂടെ നമ്മൾ കൊല്ലം പോർട്ടിൽ എത്തിച്ചു. ഇന്ന് 2 കണ്ടെയ്നറുകൾ ഓൾറെഡി നമ്മൾ അതിൻ്റെ 2 ട്രെയിലർ റെഡിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് 2 തന്നെ ഒരു 3 മണിക്ക് മുമ്പ് തന്നെ കൊല്ലം പോർട്ടിലോട്ട് എത്തിക്കാനാവുമെന്ന് വിചാരിച്ചു. എന്തായാലും പുറംകടലിൽ മുങ്ങിയ 5 കണ്ടെയ്നറുകൾ കണ്ടെത്താനായി സോണാർ സംവിധാനം ഇന്ന് പ്രവർത്തനം ആരംഭിക്കുമെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചിട്ടുമുണ്ട്. ചരക്കുകപ്പൽ മുങ്ങി കടലിൽ വീണ കണ്ടെയ്നറുകളിൽ 4 കൂടി ബുധനാഴ്ച തലസ്ഥാന ജില്ലയിലെ തീരത്തേക്ക് അടിഞ്ഞിരുന്നു. ഇതോടെ കേരള തീരത്തടിഞ്ഞ കണ്ടെയ്നറുകളുടെ എണ്ണം 54 ആയി. തുമ്പ, വിഴിഞ്ഞം, പൂവാറ്, കരിങ്കുളം അതുപോലെ തന്നെ തീരങ്ങളിൽ നിന്ന് ഓരോന്ന് വീതം കണ്ടെയ്നറുകളാണ് ബുധനാഴ്ച പകൽ ലഭിച്ചത്. ഇവ വിഴിഞ്ഞം തുറമുഖത്തേക്ക് മാറ്റാൻ നടപടികൾ ആരംഭിച്ചു. പ്ലാസ്റ്റിക് വസ്തുക്കൾ ഉണ്ടാക്കാനുള്ള നർഡിലാണ് ഇവയിൽ നിന്ന് ലഭിച്ചത്. നർഡിലുകൾ എന്ന് തെറ്റിദ്ധരിച്ച് വെളുത്ത നിറത്തിലുള്ള മറ്റു പൊടികൾ കണ്ടാൽ തുടരരുത് എന്ന് ദുരിത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. സംശയമുള്ള വസ്തുക്കൾ കണ്ടാൽ ചിത്രമെടുത്ത് സ്ഥലത്തെ പോലീസിനോ ഫയർഫോഴ്സിനോ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർക്കോ അയക്കണമെന്നും നിഷ്കർഷിച്ച് പറയുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ചീഫ് സെക്രട്ടറി ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ച് സ്ഥിതി വിലയിരുത്തി. ആശങ്ക വേണ്ടെന്നും ജാഗ്രത തുടർന്നാൽ മതിയെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. എണ്ണ നീക്കൽ പുരോഗമിക്കുന്ന ചരക്കുകപ്പലിൽ നിന്ന് ചോർന്ന എണ്ണ നീക്കാനുള്ള പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ട്. അതിവേഗമാണ് പുരോഗമിക്കുന്നത്. കണ്ടെയ്നറുകൾ വീണ്ടെടുക്കൽ, എണ്ണ നശിപ്പിക്കൽ, ശുചീകരണം തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടക്കുന്ന മറൈൻ സർവീസ് കമ്പനിയായ T&T സൽവേജിന് കീഴിൽ 108 പേരാണ് ജോലി ചെയ്യുന്നത്. 4 ടാങ്കുകൾ ഉപയോഗിച്ച് കപ്പൽ മുങ്ങിയ സ്ഥലത്ത് സർവേ നടത്തും. ഇതിൽ 2 ടഗുകൾ എത്തിയിട്ടുണ്ട്. മറ്റുള്ളവ വെള്ളിയാഴ്ചയും എത്തും. നാളെ തന്നെ എത്തുമെന്നാണ് അറിയിക്കുന്നത്. പ്രവർത്തികളുടെ അവലോകന യോഗം ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് ശ്യാം ജഗന്നാഥന്റെ സാന്നിധ്യത്തിൽ വില്ലിംഗ്ടൺ ഐലൻഡിലെ മർച്ചന്റ് നേവി ക്ലബിൽ ചേർന്നു. സംസ്ഥാന സർക്കാർ പ്രതിനിധികൾ, മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി പ്രതിനിധികൾ, കസ്റ്റംസ് തീരസംരക്ഷണ സേനാ ഉദ്യോഗസ്ഥർ എന്നിവരും പങ്കെടുത്തു. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടുള്ള വിൽക്കാനുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുകയാണ്. മത്സ്യം വാങ്ങാൻ ആളുകൾ എത്തുന്നില്ല എന്നുള്ള ഒരു
ഒരു പരാതി തീരദേശവാസികളിൽ നിന്നും ഉയരുന്നുണ്ട്. മാത്രമല്ല മത്സ്യം വാങ്ങാം, അതുകൊണ്ട് വലിയ ദോഷമൊന്നും വരുന്നില്ല എന്ന് മന്ത്രി അടക്കമുള്ളവർ ഇന്ന് വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ മത്സ്യം ഇപ്പോൾ നിലവിൽ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പലരും പറയുന്നുണ്ട്. എന്തായാലും അവിടെ കഴിഞ്ഞ ദിവസം മലയാളി വാർത്ത ഇതിൽ മത്സ്യബന്ധന തൊഴിലാളികളുടെ വാർത്ത അല്ലെങ്കിൽ അഭിപ്രായം ശേഖരിച്ചിരുന്നു. ആ അഭിപ്രായം കൂടി ഒന്ന് കേൾക്കാം. ഇന്നലെ വാർത്ത ഞങ്ങൾ വാർത്തയിൽ അങ്ങനെ മത്സ്യം കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ജനങ്ങൾ പറയുന്നു ഇങ്ങനെ ഓയിലാണ് ഇത് കണ്ടെയ്നറിലുള്ളത്, അതാണ് പൊട്ടി ഒഴിച്ചു വരുന്നത്, അതിപ്പോ മീനിലെല്ലാം വിഷമല്ലേ, ഞങ്ങൾക്ക് മീൻ വേണ്ട. ഇപ്പൊ ഞങ്ങൾ വിഴിഞ്ഞത്തായിരുന്നാലും എവിടെയെങ്കിലും പോയി കൊണ്ടുവരുന്നവന് ഞങ്ങൾ എങ്ങനെയാണ് വിൽക്കേണ്ടത്? ഞങ്ങൾ ആർക്കാണ് കൊടുക്കേണ്ടത്? ഞങ്ങൾ ഈ കാശിന് എവിടെ പോകും? ഞങ്ങൾക്ക് ആഹാരം കഴിക്കേണ്ടത് ഞങ്ങൾ കഴിക്കുന്നു, ഞങ്ങൾക്ക് ഒരു കുഴപ്പവുമേ ഇല്ല. ഞങ്ങൾ ഇത്ര ദിവസം കഴിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ഐസ് മീനും കഴിക്കുന്നു, വിഴിഞ്ഞത്ത് പോയി കൊണ്ടുവന്ന് വിഴിഞ്ഞത്തെ മീനും കഴിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. മേടിക്കാൻ വിളിച്ചോ ഫോൺ ചെയ്ത് പറയുന്നു ചേച്ചി മീനൊന്നും വേണ്ട, ഭർത്താവ് പറഞ്ഞ് മീൻ മേടിക്കേണ്ടെന്ന്, എല്ലാം ഓയിലിൻ്റെ ഇതാണെന്ന്, മീൻ മേടിക്കേണ്ടെന്ന്. ഇങ്ങനെയാണ് ഇപ്പൊ എങ്ങനെയാണ് അവർ വാർത്തയിലോട്ട് വീണ്ടും തിരിച്ച് മത്സ്യത്തിന് ഒരു കംപ്ലൈന്റ് ഇല്ല എന്ന് അവർ ഇടണം, സംസാരിക്കണം. ഇത്രയേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. എങ്കിലേ ഞങ്ങളുടെ ജീവിത പ്രശ്നം, ഇല്ലെങ്കിൽ എല്ലാവരും കൂടെ ഒത്ത് സമരം എടുക്കും. ഞങ്ങൾ ഈ മീൻ കൊണ്ടൊന്നും ഇങ്ങനെ ഇട്ടോണ്ട് കിടക്കും, ഇത് പിന്നെ വില കൂടിയ മീനൊക്കെ ഇട്ടോണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അതുകൊണ്ട് ഇതിനെ ഒരു നടപടി എടുത്തിരിക്കണം. അവരുടെ കണ്ടെയ്നർ പൊട്ടിയാൽ അത് ഓയിലോ എന്തിനെന്ന് പറയുന്നത് നമ്മുടെ മീനിലൊന്നിലും അങ്ങനെ വന്നിട്ടേ ഇല്ല. പിന്നെ ഇവർ മീൻ മേടിക്കാൻ ചിലർ പേടിക്കുന്നു മീൻ മേടിക്കാൻ. ഇപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണം? അത് മാത്രം ഞങ്ങൾക്ക് അറിഞ്ഞാൽ മതി, വേറെ ഒന്നും ഞങ്ങൾക്ക് അറിയണം. ഇപ്പം പേടിക്കുന്നു എന്ന് പറയുമ്പോൾ അധികാരികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ് കപ്പലിൽ നിന്ന് മറിഞ്ഞത് എന്നത് വ്യക്തമാക്കണം. ഇതെന്താണ് കപ്പലിൽ നിന്ന് മറിഞ്ഞത്, എന്താണ് ഇത് കഴിച്ച ഈ മത്സ്യം കഴിച്ച പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കൂലോ എന്ന് വ്യക്തമാക്കി തരണം. വ്യക്തമാക്കി തന്നാൽ ജനങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ വ്യക്തമാക്കാതെ അത് പിന്നെ കൈ കൊണ്ട് തൊടരുത്, അത് വിഷമാണ് എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ പേടിക്കും. ഞാനായിരുന്നാലും പേടിക്കും. അതുകൊണ്ട് ഇത് എന്തരാണെന്ന് വ്യക്തമാക്കി തരണം ഞങ്ങൾക്ക്. ഇത് വ്യക്തമാക്കാതെ ഇനിയിപ്പോ ഒരു ഇതില്ല. മത്സ്യം കൊണ്ടുവന്ന് ഇത്രയും പെട്രോൾ മണ്ണെണ്ണ ചെലവാക്കിയൊക്കെ ഓടി ഇഞ്ചിനെടുത്ത് പോണവർക്ക് 1000 രൂപ കിട്ടി 5000 രൂപ കിട്ടിയാലും പറ്റത്തില്ല. അതുകൊണ്ട് ആള് വന്ന് മീൻ മേടിച്ചാലേ വില കിട്ടത്തുള്ളൂ. അവര് പറയുന്നതെന്ന് പറഞ്ഞാൽ വിഷമാണെന്ന്. പക്ഷെ അത് വിഷമല്ല, അതില് നല്ല വില കൂടിയ സാധനം നമ്മൾ എടുക്കുമെന്നുള്ള ഇത് വെച്ച് അവർ വിഷമെന്ന് പറയുന്നതാണ്. വേറെ അല്ലാതൊന്നും കൊണ്ടല്ല. അവരിതുകൊണ്ട് കപ്പൽ ലോഡാക്കി ചരിഞ്ഞു കമന്നു പോയി. അത് അവർ പറയുന്നത് ആരും എടുക്കരുത്, അത് തൊടാൻ പാടില്ല, കണ്ട ഉടനെ പോലീസിനെ അറിയിക്കുക എന്നാണ് അവരിപ്പോ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത് വിഷമല്ല, അത് നല്ല വില കൊടുപ്പുള്ള സാധനം. എടുത്തു കഴിഞ്ഞാൽ വേറെ എല്ലാവരും രക്ഷപ്പെടും എന്നുള്ള ഇത് വെച്ചാണ് അവർ പറയുന്നത്. ഈ പാവങ്ങളെ കൊണ്ട് ഇങ്ങനെ ഈ എവിടെന്നെങ്കിലും എടുത്തോണ്ടെന്ന് അരുത്തി വിലയ്ക്കൊക്കെ വിൽക്കുന്ന ഈ പാവങ്ങൾ അവരിങ്ങനെ TV-യിലും വാർത്തകളിലും ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ ജീവിക്കും? നമ്മളെ മത്സ്യത്തൊഴിലാളികൾ ഇതുകൊണ്ടല്ല ജീവിക്കുന്നത്, വേറെ ഒരു വരവില്ല. നമുക്ക് ഈ കടപ്പുറം കൊണ്ടുള്ള ജീവിതമേ ഉള്ളൂ. ഈ മത്സ്യത്തൊഴിലാളികൾ എങ്ങനെയാണ് ജീവിക്കുക? ഇങ്ങനെയാകുമ്പോൾ വിഷം കുടിച്ചാൽ നമ്മൾ ചാവേണ്ടി വരും. അതിന് ഉത്തരം അവര് മോദി ഉത്തരം കിട്ടുമോ? മോദി ഉത്തരം പറയോ? നമ്മൾ ഇത് ഇങ്ങനെ വിഷം കുടിച്ച് കൊച്ചു മക്കളെയൊക്കെ നമുക്ക് വളർത്തിയെടുക്കണ്ടേ? എത്രയോ പാവപ്പെട്ടവർ കിടന്ന് ജീവിക്കുന്നു, എത്രയോ പാവപ്പെട്ടവർ, അവരൊക്കെ ജീവിക്കണ്ടേ? ഈ മത്സ്യം കൊണ്ടാണ് എല്ലാ പാവങ്ങളും ജീവിക്കുന്നത്. ഇവരിങ്ങനെ വേണ്ടാത്തതൊക്കെ പത്രത്തിലും TV-കളിലും അതിലും ഇതിലൊക്കെ കൊടുത്തിങ്ങനെ പരസ്യമാക്കിക്കൊണ്ട് നടന്നാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ജീവിതങ്ങൾ ഇതാണ്. മത്സ്യത്തില് അതായത് ഇപ്പൊ കണ്ടെയ്നർ മറിഞ്ഞത് കൊണ്ട് എന്തെങ്കിലും വിഷ സംഭവങ്ങളൊക്കെ ഉണ്ടായതായിട്ട് അങ്ങനെ എന്തെങ്കിലും അറിയാമോ? എന്താണ് തോന്നുന്നത്? മോളെ, എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയാം മോളെ, ഇവര് പറയുന്ന ആൾക്കാരുടെ കൈ കൊണ്ട് തൊട്ടാൽ കൈ മൊത്തം ഉരുകിപ്പോകും എന്ന് പറയുന്നു. ഈ മനുഷ്യരുരുകി പോകുന്നത് എന്തുകൊണ്ട് മീൻ ചാകൂല മോളെ? അതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. ഇവര് പറയുന്ന മനുഷ്യര് തൊട്ട് കഴിഞ്ഞാൽ ഉരുകിപ്പോകും. ഓക്കെ, അപ്പൊ മീൻ ഉരുകുമല്ലോ, മത്സ്യം ജീവനോടെ വരുമില്ലല്ലോ. ഇത് മത്സ്യത്തിന്റെ ഉള്ളിൽ പോകുമ്പോ മത്സ്യം ചത്തല്ലോ. അതെന്തുകൊണ്ട് ഇവര് പറയുന്നില്ല? ഇവരത് പറയാതെ ഇവര് പറയുന്നു തൊടാൻ പാടില്ല. എന്തൊരു തൊടാൻ പാടില്ല? ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം അതാണ്. നിങ്ങൾ പറയുന്നത് കംപ്ലീറ്റ് ഓയിലെന്ന്. ശരി, ഓക്കെ, ഓയിൽ തൊടണ്ടെന്ന് പറഞ്ഞിട്ട് അടിച്ചേറിയ കണ്ടിട്ടുണ്ട്. പിന്നീട് എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ വാരി വിതർന്നത്? അതെന്തരാണ് അതിന്റെ അകത്തിരിക്കുന്നത്? അപ്പൊ ഞങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ കൊണ്ടുവന്ന അത്രയും കള്ളക്കടത്ത് സാധനങ്ങളാണ്. അത് മറ്റുള്ളവർ ഉപയോഗിക്കെടുത്ത് എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ പറയുന്നത് ഓയിലാണ്, തൊടാൻ പാടില്ല, ചത്തുപോകും എന്ന് പറയുന്നത്. മനുഷ്യരെ പറ്റിക്കാനൊക്കെ ഒരു മര്യാദകളും ഉണ്ട്. ഗവൺമെന്റ് ആയിരുന്നാല്, ഇന്ത്യ ഗവൺമെന്റ് ആയിരുന്നാല്, സർക്കാരായിരുന്നാല്, ഇപ്പൊ ഇരിക്കുന്ന മന്ത്രി ആയിരുന്നാല് പറയുന്നതിനൊക്കെ ഒരു മര്യാദകളുണ്ട് മക്കളെ.
ബുദ്ധിയില്ലാത്ത ആൾക്കാരുടെ അടുത്ത് പറഞ്ഞാൽ അത് അവര് കേൾക്കും. ഈ ബുദ്ധിയില്ല ഉള്ളവര്, മത്സ്യത്തൊഴിലാളികൾക്ക് ബുദ്ധിയില്ലെന്നാണ് ഇവര് വിചാരിക്കുന്നത്. അവർക്ക് മണ്ടയ്ക്ക് നല്ല മൂളയുണ്ട്. ഞങ്ങൾ പഠിക്കാത്ത കുട്ടികളാണ് മക്കളെ. പഠിക്കാത്ത ഞങ്ങൾക്ക് പഠിച്ചവരെക്കാളും പാടാ അറിയാം. ഇന്ന് പഠിച്ചവരും ഒരു വാക്ക് ഉച്ചരിക്കൂല. പഠിക്കാത്ത ഞങ്ങള് മുസ്ലിങ്ങളുടെ വാക്കുവരെ ഞങ്ങൾ ഉച്ചരിക്കും. എന്തെന്നറിയൂ, ഞങ്ങൾ അവരുടെ വാക്കുകൾ കേട്ട് ഞങ്ങൾ പഠിച്ച് അവരോടൊപ്പം നിന്ന് പറയാൻ ഞങ്ങൾക്ക് കരുത്തുണ്ട്, ഞങ്ങൾക്ക് പറയേണ്ട കഴിവുണ്ട്. അപ്പൊ ഈ അറിഞ്ഞുകൂടാത്തവരിടത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, എന്തുകൊണ്ട് ഇത് പൊട്ടിയാൽ മത്സ്യം ചാകൂല, അതെന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല? ആള് തൊട്ടാൽ ആള് ഉരുകിച്ചാകും. നിങ്ങൾ പറയും ഞങ്ങൾ കള്ളക്കടത്ത് സാധനങ്ങളാണ് കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു, ഇത്ര കോടി സാധനം കൊണ്ടുവന്ന് അത്രയും കോടി ഇല്ലാതെയായി, കിട്ടുന്ന നിങ്ങൾ ഞങ്ങൾക്ക് തിരിച്ചു തരും എന്ന് പറഞ്ഞെങ്കിൽ ഓക്കെ. അയ്യോ അതുങ്ങൾ ഇത്രയും കൊണ്ടുവന്ന് നഷ്ടപ്പെട്ടതാണ്, അവർക്ക് നമുക്ക് കിട്ടിയതാണ്, നമുക്ക് തിരിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞാലും ഓക്കെ. ഇവരിതൊന്നും പറയാൻ ഇത്രയും വാക്ക് പറയണ്ട. കാരണം എന്തുണ്ട്? അവരിന്നത് പറയാൻ പോയിട്ടല്ലേ ഞങ്ങൾ ഇന്ന് കിടന്ന് ആലോങ്ങോലപ്പെടുന്നത്. ഞങ്ങൾക്ക് ഇന്ന് വിശപ്പ് കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല മക്കളെ. നമ്മൾ ഈ മത്സ്യങ്ങൾ വിറ്റ് ജീവിക്കുന്നവരാണ്, നമ്മൾ ഈ മത്സ്യം കഴിക്കുന്നവരുമാണ്. ഞങ്ങൾ കഴിച്ചപ്പോ ഞങ്ങൾക്കൊന്നുമില്ല. ഞങ്ങൾക്ക് കഴിച്ചപ്പോൾ വിഴിഞ്ഞത്തുനിന്നാണ് ഞങ്ങൾ കൊണ്ടുവന്നത്. ഞങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ല മക്കളെ. ശരി, കൊടുങ്കാറ്റ് വീഴുന്നു, പിന്നെ ദൂരം ഇത് മറിയുന്നു, ശരി, ആൾക്കാർ പണിക്ക് പോകണ്ടെന്ന് പറഞ്ഞാൽ അതും ഓക്കെ. ഇത് നിങ്ങൾ എന്തിനാണ് ഇത്രയും അത്ഭുതം പൊട്ടിച്ചിട്ടത്? അല്ല, ഇത്രയും ആൾക്കാരെ നിങ്ങൾ വെള്ളത്തിലാക്കിയ കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത്. എന്തിനു വേണ്ടി നിങ്ങൾ ചെയ്തത്? മത്സ്യത്തിന് വിളിക്കുമ്പോ അയ്യോ ആ ഓയില് കമ്മുന്നതല്ലേ കഴിച്ചാൽ ഞങ്ങൾ മത്സ്യം ചത്തില്ല, മീൻ എങ്ങനെയാണ് കഴിച്ചാ മനുഷ്യര് ചാകും. മോളെ സമ്മതിച്ചു, ഓയിൽ വീണാ ചത്തുപോകും, മത്സ്യം ചത്തില്ലല്ലോ, പിന്നെ എങ്ങനെ ആൾക്കാർ ചാകും മോളെ? അപ്പൊ അവിടെ ഇരിക്കുന്നവൻ കള്ളക്കടത്ത് സാധനത്തിന്റെ കൂടെ കൊണ്ടുവന്നിട്ട് ആൾക്കാരെ പറ്റിക്കാൻ നോക്കുന്നു. അവരുടെ തൊന്ന് പറഞ്ഞ് വ്യക്തമാക്കി കൊടുക്കും മക്കളെ. ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി നോക്കണ്ടെന്ന് പറയും. ആൾക്കാരെ പറ്റിക്കാൻ നോക്കി ആൾക്കാരെ അവരെ പറ്റിപ്പിച്ചു കൊടുക്കുമെന്ന് പറയും. അതാണ് പറയേണ്ടത് മക്കളെ. ഇവര് ഒരടി കൊടുത്താൽ തിരിച്ച് തുറയിലുള്ള ജനങ്ങൾ അത്രയും രണ്ടടിയായിട്ട് തിരിച്ചു കൊടുക്കും. അതിവരാരും ചിന്തിക്കുന്നില്ല മക്കളെ. എന്തിനാണ് മക്കളെ ഇങ്ങനെയൊക്കെ ഇവര് മനുഷ്യരെ കൊല്ലാൻ നടക്കുന്നത്? കച്ചവടം നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ടെന്നാണോ പറയുന്നത്? അതേ മോളെ, ഇപ്പൊ നമ്മൾ ഇവിടെ മത്സ്യങ്ങളില്ല, വിഴിഞ്ഞത്ത് പോകുന്നു. അവിടെ പോയി ഇത്തിരി പോലെ മത്സ്യം കൊണ്ടുവന്നിട്ട് ആൾക്കാരെ വിളിക്കുമ്പോ അവരിതാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതം പോയി. അപ്പൊ ഇവര് തിരിച്ച് പറയേണ്ടത് ഞങ്ങൾ പറഞ്ഞ അത്രയും കള്ളമാണ്, മത്സ്യത്തിനൊരു കുഴപ്പവും ഇല്ല, മത്സ്യം മേടിക്കുന്നവര് മത്സ്യം മേടിച്ചോളൂ, അതിൽ ഏതൊരു മായവും ചേർന്നിട്ടില്ല, ചേർക്കാൻ പോകുന്നില്ല. ആൾക്കാർ പേടിക്കാതെ നിങ്ങൾ മത്സ്യം കഴിച്ചോളൂ എന്ന് പറഞ്ഞ് രണ്ട് വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി മക്കളെ. കടപ്പുറത്ത് വന്ന ആൾക്കാർ മത്സ്യം മേടിക്കും, ഞങ്ങൾക്കും ജീവിക്കാൻ പറ്റും. പറഞ്ഞാൽ മനസ്സിലായോ മക്കളെ? ഇതേ പറയാവുള്ളൂ. ഈ കാറ്റിലും കടുവലിലും പണിക്ക് പോകാതെ കിടക്കുന്നവർ, പേടിക്കാതെ ഹാർബർ കിടക്കുന്നവരാണ് പോണത്. അപ്പൊ അവര് പോയി കൊണ്ടുവരുന്ന നമ്മൾ പോയി കൊണ്ടുവരികയാണ്. അവർക്ക് വില കുറെ കൂടുതൽ കൊടുത്ത് നമ്മൾ വാങ്ങിച്ചോണ്ട് വരുന്ന മത്സ്യങ്ങളാണ് മോളെ. നമ്മൾ ഫോൺ ചെയ്തിട്ട് പറയും അങ്കിളെ വരി, അല്ലെങ്കിൽ ആന്റി വരി, മക്കളെ വരി, മീനുണ്ട്. അയ്യോ ഞങ്ങൾക്ക് മീന് വേണ്ട. എന്ത് മക്കളെ, അത് കാണുന്നില്ലേ വാർത്തയില്? മത്സ്യത്തില് എന്തോരോ കലർന്നത് ചത്തില്ലല്ലോ മത്സ്യം. ചത്ത ആരെങ്കിലും ജീവനോടെ പിടിച്ചോണ്ട് വരുമോ മത്സ്യം? മോളെ, ചത്താൽ മത്സ്യം ജീവനോടെ കൊണ്ടുവരുവോ? ഇത് നമ്മൾ പെടക്കെ കൊണ്ടുവന്ന മത്സ്യമാണ്. ആ പെടക്കെ കൊണ്ടുവന്നപ്പോഴാണ് വാ ഇങ്ങനെ വളർന്നിരിക്കുന്നത്. അതിന്റെ ജീവൻ പോയപ്പം വാ വളർന്നു. അല്ല, കടലിൽ കിടന്ന ചത്ത്, ഈ ഓയില് കുടിച്ച് ചത്ത് കിടന്ന മീനെല്ലാം ഞങ്ങൾ കോരിക്കൊണ്ട് വന്നത് ജീവനോടെ കൊണ്ടുവന്ന മത്സ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ രണ്ട് വാക്ക് പൊന്നു മക്കളെ ഒന്ന് ഉച്ചരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകും.